ഹായ്, ഞാൻ സായിദ് പയ്യന്നൂർ, സൈക്കോളജിസ്റ്റാണ്. ഇന്ന് പറയാൻ പോകുന്നത് നാർസിസിസ്റ്റ് ഉപയോഗിക്കുന്ന ചില കുതന്ത്രങ്ങളെയാണ്. തന്ത്രങ്ങൾ എന്ന് പറയാത്തത് അവരെപ്പോഴും കുതന്ത്രങ്ങൾ ഉപയോഗിക്കുന്നവരാണ്. അതായത് അവരുടെ ഓപ്പോസിറ്റുള്ള വിക്ടിമിനെ മറ്റുള്ളവരൊക്കെ കെണിയിൽ വീഴ്ത്താൻ വേണ്ടി അവർ പല കുതന്ത്രങ്ങളും ഉപയോഗിക്കും. അതിലൊന്നാമത്തെ കുതന്ത്രം എന്ന് പറയുന്നത്, നിങ്ങൾ സൈക്കോളജിസ്റ്റിനെ സമീപിക്കാൻ വിചാരിച്ചു. ആ സമയത്ത് ഇവരെന്ത് ചെയ്യും? അപ്പം തന്നെ അതിനെ തടയിടും. നമ്മളിടയിൽ സൈക്കോളജിസ്റ്റിൻ്റെ ആവശ്യം എന്താണ്? നമുക്ക് തന്നെ പറഞ്ഞു തീർക്കാൻ പറ്റുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. ശ്രദ്ധിക്കേണ്ട കാര്യം, 5, 6, 10 കൊല്ലം അടിയുണ്ടാക്കിയിട്ടും പ്രശ്നങ്ങൾ തീരാത്തവരാണ് പറയുന്നത്. പ്രശ്നങ്ങൾ തീർക്കാൻ അവർക്ക് താല്പര്യമില്ല, തീർക്കുകയില്ല. എന്നാൽ ഒരു ഇഷ്യൂ വരുമ്പോൾ, നമുക്ക് താങ്ങാൻ പറ്റാത്ത അവസ്ഥ വരുമ്പോൾ നമ്മൾ സൈക്കോളജിസ്റ്റിനെ സമീപിക്കുന്ന സമയത്ത് അവർ പറയുന്ന വാക്കിതാണ്, നമ്മുടെ ഇടയിൽ നമ്മൾ പറഞ്ഞാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഇനി ഇൻ കേസ് നമ്മൾ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോയി എന്ന് വിചാരിച്ചോ. അങ്ങനെ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ സൈക്കോളജിസ്റ്റ് അവർക്ക് പറ്റിയവരല്ല എന്ന് ബോധ്യപ്പെട്ടാൽ, അതായത് സൈക്കോളജിസ്റ്റ് അവരുടെ തെറ്റുകൾ കണ്ടെത്തുകയും അത് സൂചിപ്പിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അപ്പം തന്നെ ട്രയാങ്കുലേഷൻ ഉപയോഗിക്കും. അയാൾ മോശക്കാരനാണ്, അയാൾ ആ പറഞ്ഞത് കണ്ടില്ലേ, നിന്നെപ്പറ്റി ഇങ്ങനെ പറഞ്ഞിരുന്നു, അപ്പോൾ എന്നെപ്പറ്റി അങ്ങനെയൊക്കെ പറഞ്ഞു, അങ്ങനെയൊക്കെ പറഞ്ഞ് പല രീതിയിലും തന്ത്രങ്ങൾ ഉപയോഗിച്ച് സൈക്കോളജിസ്റ്റിനെ ഒഴിവാക്കാൻ നോക്കും. ഇനി ഇൻ കേസ് സൈക്കോളജിസ്റ്റിനെ കിട്ടിയത് അവർക്ക് ഫേവറായ ഒരാളാണെങ്കിൽ, അതായത് അവർക്ക് തൃപ്തിയുള്ള, അവർ പറയുന്ന എല്ലാ കാര്യങ്ങളും ഏറ്റുപിടിക്കുന്ന ഒരാളാണെങ്കിൽ രക്ഷപ്പെട്ടു. ആര് രക്ഷപ്പെട്ടു? അവർ. പിന്നീട് അവർ പറയും, സൈക്കോളജിസ്റ്റ് നമുക്ക് അയാൾ തന്നെ പോയാൽ മതി കേട്ടാ, അയാൾ നല്ലൊരാളാണെന്നൊക്കെ പറഞ്ഞ് നിരന്തരം പോവുകയും അവസാനം ഇതെവിടെ എത്തൂലല്ലോ, സോൾവ് ആവില്ലല്ലോ. അവസാനം പറയും, ആ സൈക്കോളജിസ്റ്റ് ഈ പ്രശ്നം പരിഹരിക്കാതിരിക്കാൻ കാരണം നീയാണ് എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ് വിക്ടിമിനെ കുറ്റപ്പെടുന്ന അവസ്ഥ ഉണ്ടാവും. പിന്നീട് എല്ലാവരെയും മുമ്പിലും ഈ സൈക്കോളജിസ്റ്റിൻ്റെ വാക്ക് എടുത്തുദ്ധരിക്കും. ആ സൈക്കോളജിസ്റ്റ് തന്നെ പറഞ്ഞിട്ടുണ്ട്, വേണമെങ്കിൽ ചോദിച്ചു നോക്ക്, വേണമെങ്കിൽ വിളിച്ചു നോക്കുന്നൊക്കെ പറഞ്ഞ് സൈക്കോളജിസ്റ്റിനെ ഇതിൽ ഒരു ഉപകരണമായിട്ട് മാറ്റും. ഇതാണ് ഒന്നാമത്തെ കുതന്ത്രം. ഇനി രണ്ടാമത്തെ കുതന്ത്രം എന്താണ്? അതായത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് നമുക്ക് പോവാം എന്ന് പറയുന്നൊരു സാഹചര്യം ഉണ്ടാവില്ലേ, ആ സാഹചര്യത്തിൽ അവർ പറയുന്ന ഡയലോഗാണ്, നിനക്കല്ലേ പ്രശ്നം, നിനക്കല്ലേ ദേഷ്യം, നിനക്കല്ലേ വാശി, നിനക്കല്ലേ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തത്, നിനക്കല്ലേ ഓവർ തിങ്കിങ്, നീയല്ല അങ്ങനെ പറയുന്നത്, നീയല്ലേ ഇങ്ങനെ പറഞ്ഞത്, അതുകൊണ്ട് നിനക്കാണ് കൗൺസിലിംഗ് വേണ്ടത്, നീ പോയാൽ മതി, എനിക്കൊരു പ്രശ്നമില്ല, ഞാനെന്തിനു പോകണം. മാത്രവുമല്ല, ഇന്നവരെ ഒരു നാർസിസ്റ്റും ഒരു സൈക്കോളജിസ്റ്റിൻ്റെ മുമ്പിലും എനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് ചെറിയ രീതിയിൽ പോലും അംഗീകരിക്കാറില്ല. പിന്നീട് ഓരോന്ന് സൂചിപ്പിക്കുന്ന സമയത്ത് ആ ചെറിയൊരു വിഷയമുണ്ട്, അത് ഞാൻ മാറ്റിയെടുക്കാൻ പറ്റുന്നേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് പ്രശ്നങ്ങൾ നമ്മൾ കൃത്യമായി അവതരിപ്പിക്കുമ്പോൾ അതിനെ ലഘൂകരിക്കും. അതാണ് അവർ ചെയ്യുന്ന തന്ത്രം. ഇതാണ് രണ്ടാമത്തെ തന്ത്രം. ഇനി മൂന്നാമത്തെ ഒരു തന്ത്രം എന്ന് പറയുന്നത്, പെട്ടെന്ന് ഇവർക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യം കണ്ടാൽ അപ്സെറ്റ് ആവും, അതായത് മൂഡ് ഓഫ്. എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇന്ന് രാവിലെ നല്ല ഹാപ്പി ആയിട്ട് കണ്ട ഒരാൾ കുറച്ച് കഴിയുമ്പോൾ മൂഡ് ഔട്ട്. എന്താണ് കാരണം എന്നറിയില്ല. അതായത് ഇവരുടെ ഉള്ളിൽ ചില കാര്യങ്ങൾ ചിന്തിച്ച് കൂട്ടി അത് ഭയങ്കര അപ്സെറ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് എന്താ ആട്ടാ പറ്റിയ, എന്താ ചേച്ചി പറ്റിയത് എന്നൊക്കെ പറഞ്ഞ് ഇവരെ പിന്നാലെ പോകും. അതായത് അത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആവശ്യം പോലെ നമ്മൾ പിന്നാലെ പോകും. അപ്പോൾ നമ്മൾ ആവശ്യം പോലെ പിന്നാലെ പോകാൻ വേണ്ടിയിട്ട് അവർ പലപ്പോഴും മൂഡ് ഓഫ് അഭിനയിക്കും. ചിലപ്പോൾ അവർ എന്തെങ്കിലും നമ്മളെ ഇഷ്ടപ്പെടാത്തൊരു പെരുമാറ്റം കണ്ടു കഴിഞ്ഞാൽ മൂഡ് ഓഫ് ആവും ചെയ്യും. അപ്പോൾ ഇതൊരു തന്ത്രമാണ്. ഈ തന്ത്രം ഒരു ഗോസ്റ്റിങ്ങിൻ്റെ ഭാഗം കൂടിയാണ്. നമ്മൾ ഗോസ്റ്റിങ് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നാലാമത്തെ തന്ത്രം എന്ന് പറയുന്നത്, പലപ്പോഴും വിക്ടിമും നാർസിസ്റ്റും തമ്മിൽ വലിയ ഇഷ്യൂ ഉണ്ടാവില്ലേ, പ്രശ്നങ്ങളുണ്ടാവും, അത് വലിയ അവസ്ഥയിലെത്തും. എന്നിട്ട് അവർ വേറെ പിരിയാൻ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെങ്കിൽ വേറെ പിരിയുന്ന അവസ്ഥയിലേക്ക് എത്തും. ആ സമയത്ത് ഒരു അടവുണ്ട്, അത് ഒന്നൊന്നര അടവാണ്. അവർ ആ സമയത്ത് പറയും, ഞാൻ നന്നായി, ഇതുവരെയുള്ളതൊക്കെ മറക്കാം, ഒറ്റയടിക്ക് നമുക്ക് മറക്കാം, നമുക്ക് ഇന്ന് മുതൽ നന്നാവാം, ഇതുവരെയുള്ളതൊക്കെ നീ മറക്ക്, വിട്ടുകളാം എന്ന്. നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ടത്, അനുഭവിച്ച ഒരു വ്യക്തിക്ക് അത് വിട്ടുകളയാൻ സാധിക്കില്ല. അപ്പോൾ അനുഭവിച്ച വ്യക്തി മുമ്പത്തെ കാര്യങ്ങളൊക്കെ എടുത്ത് പറയും, അന്ന് എന്നെപ്പറ്റി അങ്ങനെ പറഞ്ഞിരുന്നില്ലേ, മറ്റേ പറഞ്ഞിരുന്നില്ലേ, അതൊക്കെ എങ്ങനെ മറക്കും. അപ്പോൾ ഇയാൾ പറയും, ഞാനിതൊക്കെ മറന്നില്ലേ, എനിക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ നീ ചെയ്തിട്ടുണ്ട്, അതൊക്കെ ഞാൻ പെട്ടെന്ന് വിട്ടില്ലേ. അപ്പോൾ ഞാൻ റെഡിയാകാൻ നോക്കിയിട്ട് നീ റെഡിയാവുന്നില്ല, ഇതെങ്ങനെ ശരിയാവും, നല്ല ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകണ്ടേ, അതുകൊണ്ട് വിട്ടുകളാം, ഇതുവരെയുള്ളതൊക്കെ മറന്നുകളാം എന്ന് പറഞ്ഞ് ഒറ്റയടിക്ക് സ്റ്റാൻഡ് മാറ്റും. അപ്പോൾ ഇതാണ് അവരുടെ നാലാമത്തെ ഒരു തന്ത്രമായിട്ട് പൊതുവെ ഉപയോഗിക്കാറ്. ഇനി അഞ്ചാമത്തെ ഒരു തന്ത്രം എന്ന് പറയുന്നത്, ഇവർക്ക് പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വലിയ കാര്യങ്ങളൊന്നും വേണ്ട, ചെറിയ നിസ്സാരമായ കാര്യങ്ങൾ മതി. ഇനി നിസ്സാരമായ കാര്യങ്ങൾ ഇല്ലെങ്കിൽ അത് ഇവർ ഉണ്ടാക്കും, ക്രിയേറ്റ് ചെയ്യും.
ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഭക്ഷണത്തിന് ടേസ്റ്റ് കുറവ്, വീട്ടിലെ കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്ന ചെറിയ എന്തെങ്കിലും ന്യൂനത കണ്ടു കഴിഞ്ഞാൽ, അതേപോലെ ഇസ്തിരിടാത്ത അവസ്ഥ ഡ്രസ്സിന്, അങ്ങനെ എന്തെങ്കിലും ചെറിയൊരു വീഴ്ച കണ്ടു കഴിഞ്ഞാൽ അത് വലിയൊരു പ്രശ്നമാക്കി ഒരു വിപ്ലവമാക്കി മാറ്റും. അതായത് ഇതൊന്നും ചെറിയ രീതിയിൽ സോൾവ് ചെയ്യാനോ പരിഹരിക്കാനോ അവർ ആഗ്രഹിക്കില്ല. അത് വലിയ ഇഷ്യൂ ആക്കി മാറ്റി ലാസ്റ്റ് എല്ലാവരും മുമ്പിലും വലിയൊരു പ്രതിയാക്കി മാറ്റും. ആരെ? വിക്ടിമിനെ. ഇതാണ് അടുത്തൊരു തന്ത്രം. ഇനി ആറാമത്തെ ഒരു തന്ത്രം കൂടി പറഞ്ഞ് നമുക്ക് നിർത്താം. ഇത് രസകരമായൊരു തന്ത്രമാണ്. നിങ്ങൾ ഈ വീഡിയോ നാർസിസിസ്റ്റ് എന്ന് ഡൗട്ടുള്ള ഒരാൾക്ക് അയച്ചു കൊടുക്കുക. ഡൗട്ടല്ല, നിങ്ങൾക്ക് ഉറപ്പാണ്. കാരണം നിങ്ങളെ പാർട്ട്ണർ നിങ്ങളെ വേണ്ടപ്പെട്ടവരാണ് എങ്കിൽ അവർക്ക് അയച്ചു കൊടുക്കുക. അപ്പോൾ അവരിത് കണ്ടു കഴിഞ്ഞാൽ അവരാദ്യം പറയുന്നത് ഇത് നിനക്കുള്ള പ്രശ്നമാണല്ലോ, അല്ലെങ്കിൽ ഇന്ന ആൾക്കുള്ള പ്രശ്നമാണല്ലോ എന്ന്. ഒരിക്കലും അതിലൊരു പ്രശ്നം പോലും തൻ്റേതാണെന്ന് തിരിച്ചറിയാൻ അവർക്ക് പറ്റൂല. അവർ ഇനി അറിഞ്ഞാൽ പോലും അത് കണ്ടതായി ഭവിക്കൂല. മാത്രമല്ല അവർ പാടെ നിഷേധിക്കുകയും ചെയ്യും. ചില ആൾക്കാർക്കെങ്കിലും തോന്നുകയാണ് ഇതിൽ 1-2 കാര്യങ്ങൾ എനിക്കുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ അവർ പറയും ഇതിൽ ഈ പറഞ്ഞ പ്രശ്നങ്ങൾ ഏതെങ്കിലും ഒന്നും ഇല്ലാത്ത ആൾക്കാരുണ്ടാവില്ലല്ലോ, അതെല്ലാവർക്കും ഉണ്ടാവില്ലേ, അത് വലിയ കാര്യമാക്കേണ്ടതുണ്ടോ എന്നായിരിക്കും പറയാം. ഇതല്ലാതെ വേറൊരു കാര്യം അവർ പറയില്ല. അതായത് ഒരു നാർസിസിസ്റ്റും ഈ വീഡിയോ കണ്ടിട്ട് ഇതെന്നെ പറ്റിയാണ് പറയുന്നത്, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഉൾക്കൊള്ളുന്നു, അത് ഞാൻ മാറ്റിയെടുക്കുക എന്ന് ആത്മാർത്ഥമായിട്ട് പറയൂല. ചിലപ്പോൾ അവർ പറഞ്ഞേക്കാം, എപ്പോൾ അവർ കുടുങ്ങി ഇത് നിങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ ഞാൻ ഡിവോഴ്സ് ചെയ്യപ്പെടും, അല്ലെങ്കിൽ നമുക്ക് ഈ ബന്ധം വേണ്ട, അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പ് വേണ്ട എന്ന് പറയുകയാണെങ്കിൽ ഞാൻ അംഗീകരിച്ചു എന്ന് പറയുകയും പിന്നീട് അത് തള്ളിപ്പറയുകയും ചെയ്യും. പണ്ട് നീ എനിക്കൊരു വീഡിയോ അയച്ചിട്ട് അതുപോലെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആ വീഡിയോ അയച്ചതിൻ്റെ പേരിൽ നമ്മളെ നിരന്തരം കുറ്റപ്പെടുത്തുകയും ചെയ്യും. ഒരിക്കലും അവർക്ക് അവരുടെ തെറ്റുകൾ അംഗീകരിക്കാനോ അവരുടെ തെറ്റുകൾ ഉൾക്കൊള്ളാനോ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ പലപ്പോഴും നാർസിസിസ്റ്റ് വീഡിയോ ചെയ്യുമ്പോൾ വിക്ടിമായ പല ആൾക്കാരും ചോദിക്കുന്നത്, സാറേ ഈ വീഡിയോസൊക്കെ കണ്ടിട്ട് അവർ പഠിക്കൂലേ, അവരിതിനെ നേരിടാനും ഇതിനെ അഡ്രസ്സ് ചെയ്യാനും പഠിക്കൂലേ? യഥാർത്ഥത്തിൽ നാർസിസിസ്റ്റ് ഇത്തരം വീഡിയോ കാണാനുള്ള ക്ഷമ ഉള്ളവരല്ല. അവരൊരിക്കലും ഇത്തരം വീഡിയോകൾ കാണില്ല. കണ്ടാൽ പോലും അവർ കുറച്ച് കഴിയുമ്പോൾ തന്നെ സ്കിപ്പ് ചെയ്തിട്ട് പോകും. കാരണം അവർക്ക് അവരെ കുറ്റം പറയുന്ന ഒരു സാധനം ഉൾക്കൊള്ളാനുള്ള ശേഷിയില്ല എന്നുള്ളത് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കുക. വീണ്ടും കാണാം. നന്ദി.